Namaste all. This is Binny. Welcome you all to our channel Yoga with Binny. So ഇന്നത്തെ ക്ലാസ്സസ് എസ്പെഷ്യലി ഫോർ മൈ സ്റ്റുഡന്റ് ഹു ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് നോക്ക് നീസ്. നോക്ക് നീസ് എന്ന് പറയുമ്പോൾ നീസിന്റെ മിസ് അലൈൻമെന്റ് ആണ്. അതായത് രണ്ട് മുട്ടും ചേർന്നിരിക്കും, ആങ്കിൾ തമ്മിൽ അകന്നിരിക്കും, അറ്റ്ലീസ്റ്റ് 3 സെന്റിമീറ്റർ എങ്കിലും അകലം വരും. അപ്പോൾ ഇത് നമ്മൾ എല്ലാ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുതിൽ തന്നെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അതായത് രണ്ട് കാൽമുട്ടും ഇങ്ങനെ ചേർന്ന് വരും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. മേ ബി റിക്കറ്റ്സ് ആവാം, അതായത് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി ആൻഡ് കാൽഷ്യം, അല്ലെങ്കിൽ അതർ ഇനി ഡിസീസസ് ആവാം, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പ്രോബ്ലം, ഓറൽസ് ഒബേസിറ്റി പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ ആക്സിഡന്റ്സ്. ഇതൊക്കെ ഈ നീ മിസ്അലൈൻമെന്റ്, അതായത് നോക്ക് നീസിന് റീസൺസ് ആണ്. അപ്പൊ ചെറുതിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സസൈസിലൂടെ വലുതാകുമ്പോഴേക്കും നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇന്നർ തൈ മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റൻഡ് ആവും, ഹിപ്പിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയും, ആകെ മൊത്തം കാല് നടക്കുമ്പോൾ ഒരു ഷേപ്പ്ലെസ് ആവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. സോ പ്ലീസ് വെൽക്കം. ആദ്യം ഇരുന്നിട്ടുള്ള ആസന ചെയ്യാം. തിത്തിബാസന, ബട്ടർഫ്ലൈ പോസ്ചർ. കാലുകൾ രണ്ടും ചേർത്തി ശരീരത്തിനോട് ചേർത്തി വെക്കാം. അതിനുശേഷം മുട്ടുകൾ നല്ലോണം മൂവ് ചെയ്ത് തിത്തിബാസന, നട്ടെല്ല് നിവർത്തിയിരിക്കാൻ ശ്രദ്ധിക്കുക. സ്പൈൻ സ്ട്രേറ്റ്, keeping your legs closely together towards your body. Now move your wings nicely. നന്നായി സ്പീഡിൽ. എന്നിട്ട് സാവധാനം തിരിച്ചു വരിക. അത് 3 തവണ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം സാവധാനം അർദ്ധ പത്മാസനയിൽ ഇരിക്കാൻ ശ്രമിക്കുക. കാൽപാദങ്ങളിലാണ് ആദ്യം വെച്ച് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഒരു 10 സെക്കൻഡ് വീതം. നീ അലൈൻമെന്റിന് വളരെയധികം നല്ലതാണ്. എന്നിട്ട് കാലുകൾ രണ്ടും ഇതുപോലെ പതിച്ച് വെച്ചിരിക്കാനും ശ്രമിക്കാം. സാവധാനം വജ്രാസനയിലിരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. 15 സെക്കൻഡ് വീതം 3 പ്രാവശ്യം. ഇനി നമുക്ക് പീജിയൻ പോസ് ചെയ്യാം. പീജിയൻ പോസ് വളരെയധികം നല്ലതാണ്. വലത് കാൽമുട്ട് ഫ്രണ്ടിലേക്ക് വെച്ച് നേർക്ക് വെച്ച് കുതി പുറത്ത് വെച്ചിട്ട് ഇടത് കാൽ ബാക്കിൽ പതിച്ച് വെക്കുക. കാൽമുട്ടും കാൽപാദവും പതിച്ച് നട്ടെല്ല് നിവർത്തി ശ്വാസം എടുത്തുകൊണ്ട് 15 സെക്കൻഡ് ആ പോസ്റ്റിൽ ഹോൾഡ് ചെയ്യുക. എന്നതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ്. ഇടത് കാൽമുട്ട് സ്ട്രെയിറ്റായി ഫ്രണ്ടിൽ വെച്ച് കുതി പുറത്തേക്കാക്കി വലത് കാല് പിറകോട്ട് വെക്കുമ്പോൾ കാൽമുട്ടും കാൽപാദവും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇത് ഹിപ്പ് ഓപ്പണിങ്ങിന് നല്ലതാണ്. നീ അലൈൻമെന്റിന് ബെസ്റ്റാണ്. കാലിനൊരു സ്ട്രെങ്ത് ലഭിക്കും. സാവധാനം എണീറ്റ് നിൽക്കുക. നമുക്ക് നിന്നിട്ടുള്ള ആസനം ചെയ്യാം. ഉത്കട്ടാസന, സിറ്റിംഗ് വിത്തൗട്ട് ചെയർ. കാലുകൾ അകത്തി ടോ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം ഇരിക്കുക. സ്പൈൻ സ്ട്രെയിറ്റ് ആണ് ഇവിടെ. സാധാരണ ശ്വാസം ഇൻഹേൽ ചെയ്ത് തിരിച്ചു വരാം. അടുത്തത് കാല് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. ത്രികോണാസന ചെയ്യാം. റൈറ്റ് ഫുട്ട് 90 ഡിഗ്രി ഫേസ് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക്. ലെഫ്റ്റ് ഫുട്ട് 45 ഡിഗ്രിയിൽ തന്നെ ഇരിക്കുക. സ്പൈൻ സ്ട്രെയിറ്റ്, നീ സ്ട്രെയിറ്റ്, കൈ സ്പ്രെഡ് ചെയ്ത് എക്സേൽ ചെയ്ത് സൈഡ് വേർഡ് ബെൻഡിങ്. റൈറ്റ് ഹാൻഡ് എവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആങ്കിൾ ആണെങ്കിൽ ആങ്കിൾ, കാഫ് ആണെങ്കിൽ കാഫ്. അതിനുശേഷം ഇടത് കൈ വിരൽ തുമ്പിലേക്ക് നോക്കുക. സാധാരണ ശ്വാസം 10 സെക്കൻഡ് ഇൻഹേൽ ചെയ്ത് തിരിച്ചു വരിക. ഓപ്പോസിറ്റ് സൈഡ് എക്സേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നന്നായി ചരിയുക. വിരൽ തുമ്പിലേക്ക് നോക്കുക. കാലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ത്രികോണാസനം. സാവധാനം തിരിച്ചു വരിക. ഇനി നമുക്ക് വൃക്ഷാസന ചെയ്യാം. വെരി പവർഫുൾ ആസന. റൈറ്റ് ഫുട്ട് ടച്ചിങ് ദ ലെഫ്റ്റ് പെരിനിയം. എത്രത്തോളം ഉയരത്തിൽ വെക്കാൻ പറ്റും അത്രയും വെക്കുക. കൈ സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി പ്രണാം പോസ്ചർ. സാധാരണ ശ്വാസത്തിൽ 10-15 സെക്കൻഡോളം ഹോൾഡ് ചെയ്യുക. എക്സേൽ ചെയ്ത് തിരിച്ചു വരിക. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്. ആദ്യം എവിടെയാണോ വെക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ തൊടയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് പ്രണാം പോസ്ചർ. സാധാരണ ശ്വാസത്തിൽ 10-15 സെക്കൻഡ് എക്സേൽ ചെയ്ത് തിരിച്ചു വരാം. റിലാക്സ്.
So these are the very important asanas that you have to practice daily. Please get rid of this problem. Make your children's practice daily. Either daily practice ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. So stay connected with me for more videos. Stay positive, stay healthy and happy. Thank you so much. Namaste.